സർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മജ്ഞ സംവാദം എന്ന ഉപനിഷത്ത് കഥയുടെ മൂന്നാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. ആർത്തഭാഗന്റെ പരാജയത്തോടെ ബുജ്ജു എന്ന പണ്ഡിതൻ യാജ്ഞവൽക്യനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനായി രംഗത്തെത്തി. യാജ്ഞവൽക്യനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനു വേണ്ടി നിഗൂഢമായ രീതിയിൽ ഒരു കഥാരൂപത്തിലാണ് ബുജ്ജു ചോദ്യം ആരംഭിച്ചത്. ബുജ്ജു പറഞ്ഞു: അല്ലയോ യാജ്ഞവൽക്യ, ഞാനും സബ്രഹ്മചാരിമാരും വേദാധ്യായനം ചെയ്യുന്ന കാലത്ത് വ്രതം ആചരിക്കുന്നവരായി മദ്രദേശത്തേക്ക് പോകുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കപിവംശജനായ പതഞ്ജലന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ മകൾക്ക് ഗന്ധർവ ബാധയേറ്റിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഗന്ധർവനോട് ഞങ്ങൾ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ആ ഗന്ധർവൻ പറഞ്ഞു, ഞാൻ അംഗീരസിന്റെ വംശത്തിൽ പിറന്ന സുധന്യാവാണ്. അപ്പോൾ ബുജ്ജിയും കൂട്ടരും ചോദിച്ചു, ലോകങ്ങളുടെ അതിരുകളെപ്പറ്റി ഗന്ധർവനായ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ആ ഗന്ധർവൻ അത് ബുജ്ജുവിനും കൂട്ടർക്കും ലോകങ്ങളുടെ അതിരുകളെപ്പറ്റി വിശദമായി പറഞ്ഞുകൊടുത്തു. മാത്രമല്ല, പാരീക്ഷിതന്മാർ എവിടെയായിരുന്നു എന്നും ആ ഗന്ധർവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് അല്ലയോ യാജ്ഞവൽക്യ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ആ പാരീക്ഷിതന്മാർ എവിടെയായിരുന്നു? പാരീക്ഷിതൻ എന്ന വാക്ക് യാജ്ഞവൽക്യനെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയാണ് ബുജ്ജു ഉപയോഗിച്ചത്. യാജ്ഞവൽക്യൻ പറഞ്ഞു, ഗന്ധർവൻ നിങ്ങളോട് പറഞ്ഞത് പാരീക്ഷിതന്മാർ, അതായത് അശ്വമേധയാഗം ചെയ്യുന്നവർ എവിടെയാണോ പോകുന്നത് അവിടേക്ക് പോയി എന്നാണ്. യാജ്ഞവൽക്യന്റെ ശരിയായ മറുപടി കേട്ട് ബുജ്ജു ആകെ അമ്പരന്നുപോയി. മാത്രമല്ല, തോൽവി സമ്മതിച്ച് യാജ്ഞവൽക്യനുമായുള്ള സംവാദത്തിൽ നിന്ന് പിന്മാറി. ജനക മഹാരാജാവിന്റെ പണ്ഡിത സഭയിൽ വെച്ച് യാജ്ഞവൽക്യ ഋഷിയും മറ്റു പണ്ഡിതന്മാരുമായി ഉണ്ടായ സംവാദം അതിശക്തമായിരുന്നു. ബ്രഹ്മജ്ഞരെന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന അശ്വലൻ, ആർത്തഭാഗൻ, ബുജ്ജു എന്നീ ബ്രാഹ്മണ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പരാജയത്തെ തുടർന്ന് ചക്രവർത്തിയുടെ പുത്രനായ ഉശസ്തൻ സംവാദത്തിനിറങ്ങാൻ തീരുമാനിച്ചു. ഉശസ്തൻ യാജ്ഞവൽക്യനോട് ചോദിച്ചു, യാജ്ഞവൽക്യ, മറ്റൊന്നിനാലും മറക്കപ്പെടാത്തതും അപ്രധാനമല്ലാത്തതും എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നതുമായ ബ്രഹ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോ? ഉശസ്തന്റെ ചോദ്യത്തിന് യാജ്ഞവൽക്യൻ ആദ്യം ലഘുവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഉശസ്ത, നിന്റെ ആത്മാവ് തന്നെയാണ് സർവാന്തരമായിട്ടുള്ള ഇതെല്ലാം. അപ്പോൾ ഉശസ്തൻ വീണ്ടും ചോദിച്ചു, ഏതാണ് എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളത്? ഒന്ന് സ്പഷ്ടമാക്കാമോ? അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഈ ദേഹത്തിൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നീ പഞ്ചവായുക്കളെ കൊണ്ട് ആരാണോ അവയുടെ ധർമ്മങ്ങളെ ചെയ്യിപ്പിച്ച് ഈ ദേഹത്തെ നിലനിർത്തുന്നത്, നിന്നിലെ ആ ആത്മാവ് തന്നെയാണ് സർവാന്തരമായിട്ടുള്ളത്. യാജ്ഞവൽക്യന്റെ വിശദീകരണം കേട്ട് തത്സമയം തന്നെ ഉശസ്തൻ യാജ്ഞവൽക്യനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പരിഹസിച്ചു. മാത്രമല്ല, യാജ്ഞവൽക്യനോട് പറഞ്ഞു, കാള എന്താണെന്ന് ചോദിച്ചാൽ നടക്കുന്നതാണ് കാള എന്നും, കുതിര എന്താണെന്ന് ചോദിച്ചാൽ ഓടുന്നതാണ് കുതിര എന്നൊക്കെ പറയുന്നത് പോലെയാണ് യാജ്ഞവൽക്യ നീ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുന്നത്. എനിക്ക് വ്യക്തമല്ല നീ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊന്നും. അതുകൊണ്ട് ഉത്തരം സ്പഷ്ടമല്ല. സാധിക്കുമെങ്കിൽ, അറിയുമെങ്കിൽ ആത്മാവിനെക്കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞു തരിക. ഇതു കേട്ട് യാജ്ഞവൽക്യൻ പറഞ്ഞു, എന്റെ ഉത്തരം ശരിയാണ്. ബാഹ്യമായ ലക്ഷണങ്ങൾ കൊണ്ട് ആത്മാവിനെ സമർത്ഥിക്കുകയേ നിവർത്തിയുള്ളൂ. കാള, കുതിര എന്നിവയെ തൊട്ട് കാണിക്കാം. പക്ഷേ ആത്മാവിനെ ആ വിധം തൊട്ട് കാണിക്കാൻ സാധ്യമല്ല.
കാരണം പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ആത്മാവ്. എന്നാൽ കാഴ്ച, കേൾവി, മനനം, വിജ്ഞാനം ഇവയുടെ എല്ലാം പിന്നിലിരിക്കുന്ന ശക്തിയാണ് ആത്മാവ്. ആ ശക്തിയെ മറ്റൊന്നും കൊണ്ടും അറിയാൻ സാധിക്കുകയില്ല. എല്ലാത്തിലും സർവാന്തര്യാമിയായിട്ടിരിക്കുന്നത് ആ ആത്മാവ് തന്നെയാണ്. ആത്മാവ് അനശ്വരമാണ്. അതിൽ നിന്ന് ഭിന്നമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നശ്വരവുമാണ്. യാജ്ഞവൽക്യന്റെ ഈ വിധത്തിലുള്ള വ്യാഖ്യാനം കേട്ട് ചക്രപുത്രനായ ഉശസ്ത പണ്ഡിതൻ പിന്നീട് അധികമൊന്നും സംവാദത്തിന് അവസരമുണ്ടാക്കിയില്ല. അദ്ദേഹം യാജ്ഞവൽക്യന്റെ അപാരമായ അറിവിൽ സംതൃപ്തനായി രംഗം വിട്ടു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.